കർത്താവ്. നമുക്ക് വേഗത്തിൽ തന്നെ ഒരു വചനത്തിലേക്ക് നമ്മൾ പോകാം. ഗലാത്യ ലേഖനം 2:20. ഷാബാഗ് മൈക്കിലൂടെ വായിക്കും. ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഈ വചനത്തിനായി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവേ, ഈ വചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കത്തക്ക വേണം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ അങ്ങയോട് കൂടെ നിൽക്കത്തക്ക വേണം. ഒരു പ്രതികൂലങ്ങളിൽ ഞങ്ങളെ തളർത്തുകയില്ല. ഞങ്ങളെ തളരാതെ ഞങ്ങളെ നടത്താൻ യേശു ഉള്ളത് കൊണ്ട് ആ യേശുവിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഇടയാക്കണമേ കർത്താവേ. പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. റീബാന, ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം സഭയോട് സംസാരിക്കട്ടെ. അത് എങ്ങനെ ദൈവത്തിന് ഇടപെടണമോ അതുപോലെ ദൈവം ഇടപെടട്ടെ. ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന കർത്താവേ. അടിയന്റെ മേൽ അങ്ങ് തന്ന ഈ വചനം അങ്ങ് ഹൃദയം നിന്റെ മക്കൾക്ക് വേണ്ടി തുറക്കുന്നത് പോലെ ഈ പ്രഭാതത്തിൽ വചനത്തിലൂടെ അങ്ങ് ഒരു തുറവി ഇതിനകത്തേക്ക് വെളിപ്പെടുത്തണം കർത്താവേ. മിടുക്ക് കാണിക്കാനല്ല, അടക ജനകൽ കനകടകസിയ ആമേ സ്തോത്രം, വലിയ ആമേ ഹാലലിയ പ്രാസംഗികൻ എന്ന് പറയാൻ വേണ്ടിയല്ല. ആമേ സ്തോത്രം കർത്താവേ, അങ്ങയുടെ നാമം മാത്രം മഹത്വമെടുക്കുകയും അങ്ങയുടെ സ്നേഹം ഈ ദിവസങ്ങളിൽ എൻ്റെ ജനത്തിൻ്റെ മേൽ, നിന്റെ ജനത്തിൻ്റെ മേൽ വർദ്ധിച്ചു വരേണ്ടതിനായി സ്വർഗം ഈ വചനത്തിലൂടെ ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാപേക്ഷയും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. നമുക്കറിയാം, ഇത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഈ പൗലോസിനെ കുറിച്ച് എല്ലാവർക്കും അറിവില്ലാതിരിക്കുന്നില്ല. എല്ലാവർക്കും കാര്യങ്ങൾ പൗലോസിനെ കുറിച്ച് അറിയാം. ഹല്ലേലൂയ. ഈ ദൈവ മനുഷ്യൻ ഗലാത്യ സഭയോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. നമ്മളും പറയാറുണ്ട്, നമുക്ക് വേണ്ടി ഒരുവൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് അപ്പോസ്തലന് അതിനേക്കാളും കുറച്ചും കൂടെ പറയാൻ ഇഷ്ടം എന്താണെന്നറിയോ? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം പറയുന്ന ഭാഗമാണ് തനിക്ക് വേണ്ടി, പൗലൂസിന് വേണ്ടി തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ ആമേൻ ഹാലലി ജീവിക്കുന്നു. നമ്മൾ ഇതിനെയെല്ലാം ചേർത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് മനസ്സിലാകുന്ന ഒരു സംഭവം, ശരിക്കും ക്രിസ്തുവിലുള്ള ജീവിതം നയിക്കപ്പെട്ട ഒരു ദൈവമനുഷ്യൻ. ഹല്ലേലൂയ. എങ്ങനെയാ? ക്രിസ്തുവിലുള്ള ജീവിതം നയിക്കപ്പെട്ട ഒരു ദൈവമനുഷ്യൻ. മാത്രവുമല്ല, നയിക്കപ്പെടുക എന്ന് മാത്രമല്ല, തന്നിലൂടെ തന്നെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തു. ആമേൻ. ക്രിസ്തുവിലുള്ള വിശ്വാസ ജീവിതം നയിക്കപ്പെട്ടു. ആമേൻ. അങ്ങനെ നമുക്ക് തന്നെ അറിയാം, അപ്പോസ്തലനായ പൗലോസ് അസാധാരണമായ നിലവാരത്തിൽ നമ്മുടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു ദൈവത്തിൻ്റെ മനുഷ്യനാണ്. ഹല്ലേലൂയ. ഒരു ദൈവഭക്തനാണ്. ഹല്ലേലൂയ. താൻ അറിഞ്ഞ സത്യം മറച്ചു വെച്ചില്ല. ആമേൻ. എന്ന് വെച്ചാൽ സുവിശേഷത്തെക്കുറിച്ച്, താൻ അറിഞ്ഞ സത്യമാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് ലജ്ജ കൂടാതെ ആമേൻ പറയുവാൻ ആഗ്രഹിച്ച ദൈവമനുഷ്യൻ. അത് ചുമ്മാതെ പറയല്ല, തീഷ്ണതയോടെ നിൽക്കുന്ന, അറിഞ്ഞ സത്യത്തിന് തന്നെ അടിമുടി ചേഞ്ചാക്കിയ, തൻ്റെ ജീവിതത്തിന് പൂർണ്ണമായി മാറ്റം കൊണ്ടുവന്ന, തൻ്റെ സ്വഭാവത്തിന്, പ്രവൃത്തികൾക്ക്, തൻ്റെ ശുശ്രൂഷകൾക്ക് ആകമാനം മാറ്റം കൊണ്ടുവന്ന ആ കർത്താവിനെ കുറിച്ച് പറയുവാൻ തീഷ്ണതയോടെ നിന്ന ദൈവമനുഷ്യൻ.
തൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? താൻ അഭിമാനിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു അറിയോ? ഈ കർത്താവിനെ അറിയാത്ത ഇടങ്ങളിൽ, ഗ്രഹിക്കാത്ത ഇടങ്ങളിൽ, ആമേൻ, അവരുടെ നടുവിൽ വെളിപ്പെടുത്തുവാൻ വാഞ്ചിച്ച ഒരു ദൈവമനുഷ്യൻ. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. റോമർ 15-ന്റെ 20-21 വാക്യങ്ങൾ വേഗത്തിൽ. ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല, അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിക്കുവാൻ അഭിമാനിച്ചത്. ആമേൻ. എത്ര ദൈവമക്കൾക്ക് അത് മനസ്സിലാകുന്നെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാം. പക്ഷെ ആ ദൈവ മനുഷ്യനെ സംബന്ധിച്ച് ഗ്രഹിച്ചിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, ആരും ഇന്നലകളിൽ ചെന്ന് പറഞ്ഞിട്ടില്ലാത്ത സ്ഥലത്ത് പോയി താൻ അറിഞ്ഞ യേശുവിനെ വെളിപ്പെടുത്തുക, സംസാരിക്കുക, ആ ശുശ്രൂഷ ചെയ്യുക എന്നായിരുന്നു ആ ദൈവ മനുഷ്യൻ്റെ വലിയ ആഗ്രഹവും തീഷ്ണതയും. എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചു. അതേ പൗലോസിനെ വിളിച്ച വിളി, അല്ലെങ്കിൽ അതേ പൗലോസിനെ വിളിച്ച ദൈവമല്ലേ എന്നെയും നിങ്ങളെയും വിളിച്ചത്? ആണോ അല്ലയോ? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ചിന്തിപ്പിച്ച്, എനിക്കറിയാം ഇന്ന് ചെറിയ ശാന്തമായി തന്നെ പോകട്ടെ. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്തയുണ്ട്. എന്നെ ഒരുപാട് ഈ 6 ദിവസം കൊണ്ട് എന്നെ ഇട്ട് ആമീൻ ഹാളിൽ എൻ്റെ ഹൃദയത്തോട് ദൈവം സംസാരിച്ച പല കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയാണ്. അപ്പോൾ കർത്താവ് എന്നോട് ചോദിക്കുന്നത് ഇതേ വിളിയാണ്. ആ പൗലോസിനെ വിളിച്ച ദൈവം തന്നെയാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പൗലോസിനെ അറിയിച്ച സുവിശേഷമാണ് നിന്നെ അറിയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ പൗലോസിനെ കുറിച്ച് സംസാരിക്കുക. പൗലോസ് ഗലാത്യ സഭയായിക്കോട്ടെ, കൊരിന്ത്യ സഭയായിക്കോട്ടെ, ഒരുപാട് സഭകൾക്ക് വേണ്ടി സംസാരിക്കപ്പെട്ട, എഴുതപ്പെട്ട പൗലോസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. അപ്പം ഇത് കർത്താവ് എന്നോട് പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഇങ്ങനെ സംസാരിക്കുന്ന അനേകർ ഈ ലോകത്തിലുണ്ട്. തെറ്റാണെന്നല്ല. ഇങ്ങനെ സംസാരിക്കുന്ന, പൗലോസിൻ്റെ ജീവിതത്തെ എടുത്ത് സഭയിൽ സംസാരിക്കുന്ന അനേകർ ഈ കാലഘട്ടത്തിൽ 1000 അല്ല 10,000 അല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതേ വിളിയാണ് നിന്നെയും ഞാൻ വിളിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിൻ്റെ ചരിത്രം നീ സംസാരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി എത്രത്തോളം നിൽക്കാൻ സാധിക്കുന്നുണ്ട്? നീ എത്രത്തോളം അഭിമാനിക്കുന്നുണ്ട്? ആമേൻ. എന്നെ വെളിപ്പെടുത്താൻ. പ്രസംഗം കറക്റ്റാ. ഒരുപക്ഷെ നിങ്ങളെക്കാളും കുറച്ചും കൂടെ തീഷ്ണതയിൽ എനിക്കിപ്പോൾ ഇവിടെ നിന്നോണ്ട് ഇപ്പം ഈ സമയത്ത് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാനത് ധ്യാനിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഇത് തന്നെ, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ആധികാരികമായിട്ട് പറയാൻ പറ്റും. ദൈവം ഇത് തന്നെ പറയുന്നത്. 100 കണക്കിന് ആൾക്കാരെ ഞാൻ ഇതുപോലെ പറയുന്നവരെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ എൻ്റെ ആഗ്രഹത്തിനൊത്ത്, ആമേൻ, എൻ്റെ ഇഷ്ടത്തിനൊത്ത് പൗലോസിനെ കൊണ്ട് ഞാൻ ചെയ്യിച്ച ശുശ്രൂഷയെ പോലെ നിനക്കും അതുപോലൊരു വിളി കടക്കില്ലേ? അതുപോലൊരു ശുശ്രൂഷ നിനക്ക് ബാക്കിയില്ലേ? ആമേൻ. നീ ഇത് പറയുമ്പോൾ പൗലോസിനെ ചരിത്രത്തിൽ ദൈവത്തിന് എഴുതി വെക്കാമെങ്കിൽ, ചരിത്ര പുസ്തകത്തിൽ പൗലോസിന് സ്ഥാനം കൊടുത്തെങ്കിൽ, ആമേൻ. ഹല്ലേലൂയ. ബ്രദർ, സിസ്റ്റർ, ആമേൻ. ദൈവം നമ്മളെക്കുറിച്ച് ഇത് ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ ഒരു ക്രിസ്തീയ ലൈഫല്ലേ ദൈവം നമ്മളെയും കുറിച്ച് ആഗ്രഹിക്കുന്നേ?
പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ പ്രസംഗിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, അവിടം കൊണ്ട് കാര്യങ്ങളെല്ലാം അവിടം കൊണ്ട് ഒതുങ്ങിത്തീരുകയല്ലേ ചെയ്യുന്നേ. ആമേൻ. വിളിയും ആമേൻ വിളിച്ച ദൈവവും ഒരുപോലെ നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ആ കർത്താവിന് വേണ്ടി ആമേൻ ജീവിക്കുവാൻ ഒരു ജീവിതം, ഹല്ലേലൂയ, ആമേൻ, വിശ്വാസത്തിൽ ആമേൻ, ഹല്ലേലൂയ, അഭിമാനത്തോടുകൂടെ കേട്ടിട്ടില്ലാത്തവരോട് ആമേൻ പറയുവാൻ തക്കവണ്ണം അഭിമാനിക്കേണ്ട നമ്മളുടെ നിലവാരം ഇന്ന് എങ്ങനെയാണ് എന്ന് ചിന്തിപ്പിക്കുന്ന നിലവാരത്തിൽ ദൈവം ഇടപെടാനിടയായി. ആമേൻ. പൗലോസ് പറയുന്നു, എനിക്ക് എന്നേക്കാൾ അധികം പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ക്രിസ്തുവിനെയാണ്. ഞാൻ ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ശക്തമായി നമുക്കൊരു മെസ്സേജ് തരാം. ആമേൻ. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒന്ന് പൊക്കാനുള്ള അവസരം, എനിക്കെന്തോ വലിയ അറിവുണ്ടെന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് പല കാര്യങ്ങൾ പറയാം. നിങ്ങളെക്കാളും കൂടുതൽ എനിക്ക് അറിവുണ്ട്, അങ്ങനെ ഉണ്ട്, ഞാൻ അത് കേട്ടു, ഇത് കേട്ടു എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റും. പക്ഷെ ദൈവം തിരിച്ചു ചോദിക്കുക, ഇതിനപ്പുറം ഒരു ക്രിസ്തീയ ലൈഫ്, ക്രിസ്തുവിനോടുള്ള ചേർന്നുള്ള ഒരു ജീവിതം, ആമേൻ, വിളിച്ച വിളിക്കൊത്തവണ്ണമുള്ള ഒരു ജീവിതം ഈ പ്രസംഗിക്കുന്ന നിന്നെ കൊണ്ട് നടക്കുന്നുണ്ടോ? ആമേൻ. നിങ്ങൾക്കറിയാമല്ലോ, ആമേൻ, സ്തോത്രം, ഈ ദൈവ മനുഷ്യൻ അസാധാരണമായി ഉപയോഗിക്കപ്പെട്ടതാണ്. അസാധാരണമായി ഉപയോഗിക്കപ്പെട്ടത്, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി ഉപയോഗിക്കപ്പെട്ടൊരു ദൈവ മനുഷ്യനാണ്. ആ ഉപയോഗിക്കപ്പെടുമ്പോൾ തന്നെ ശരിക്കുമുണ്ടല്ലോ അനേക കഷ്ടങ്ങളിലൂടെ കയറിപ്പോയ ദൈവ മനുഷ്യൻ. എങ്ങനെയാ? അനേക കഷ്ടങ്ങളിലൂടെ. ഹല്ലേലൂയ. ഈ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 28 വാക്കുകളിൽ 28 വരെയുള്ള വചനങ്ങളിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വചനങ്ങളിൽ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അവിടെ താൻ പറയുമ്പോൾ ആ വചനത്തിൽ 23-ാം വചനത്തിൽ ഇങ്ങനെ കാണുകയാണ്, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. ആർക്ക് വേണ്ടിയാ? ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചു. അറിഞ്ഞ ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി താൻ അധ്വാനിച്ചു, അധികം അധ്വാനിച്ചു. പക്ഷെ അപ്പോൾ തന്നെ അധികമായി തടവിലായി, അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയൊരു ദൈവ മനുഷ്യൻ. ഹല്ലേലൂയ. വായിക്കാമോനെ. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. ആമേൻ. യഹൂദന്മാർ ഞാൻ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ചേതത്തിൽ അകപ്പെട്ടു. 28 വരെ കേട്ടോ. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളിപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ. അസാധാരണമായി കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ട അതേ ദൈവദാസനെ തന്നെ അസാധാരണ ചില സംഗതികളിലൂടെ കടത്തിക്കൊണ്ടുപോയി. വായിച്ചോ, പൂർത്തീകരിച്ചു. എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്നും തിരക്കുമുണ്ട്. നിങ്ങൾ ഈ ശ്രദ്ധിച്ച് കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഹൃദയം തുറക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഭൗതിക കാര്യങ്ങളെല്ലാം ദൈവം വിടുവിക്കാൻ അത് യാതൊരു സംശയവുമില്ല. എൻ്റെ ദൈവം അതിന് മതിയായ ദൈവമാണ്. പക്ഷെ ഇന്ന് എന്തോ എനിക്കറിയില്ല, ഇങ്ങനെയാണ് കർത്താവ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളിലൂടെയാണ്. എന്തോ എഴുതിയിരിക്കുന്ന അവസാന വാക്യത്തിൽ, അസാധാരണ സംഗതികൾ. അസാധാരണ സംഗതി എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല, പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ ഇഷ്യൂയിലൂടെ കടന്നു പോയപ്പോഴും ആ മനുഷ്യന്റെ അകത്തെ ഭാരം എന്തുവാണെന്ന് അറിയോ? സഭകളെ കുറിച്ച്, സർവസഭകളെ കുറിച്ച് ഭാരം. ഇതും എന്നോട് ദൈവം ഇടപെട്ടത്
UAE-ക്കകത്ത് ഒറ്റ സഭയെ നിനക്കുള്ളൂ. നിന്നെ നിർത്തിയിരിക്കുന്ന ഒരൊറ്റ സഭയാ. നിനക്കെന്തോ ഭാരം തോന്നിയിട്ടുണ്ട്. അല്ല, നിങ്ങളൊന്ന്, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, എന്നെക്കാളും ശ്രേഷ്ഠരും മിടുക്കരും പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും എല്ലാത്തിനും നിങ്ങളാണ് മിടുക്കരെന്ന് എനിക്കറിയാം, ശ്രേഷ്ഠരാണെന്നും എനിക്കറിയാം. ഇതെന്നോടാണ് കർത്താവ് ഇടപെടുന്നത്. ഈ UAE-ക്കകത്ത് നിന്നെ നിർത്തിയിരിക്കുന്ന ഒരു സഭയ്ക്കകത്ത് ഈ സഭയെക്കുറിച്ച് നിന്റെ ഭാരം എന്താ? ഹല്ലേലൂയ. സഭാ മീറ്റിംഗ് തീർന്ന് എത്രയും പെട്ടെന്ന് വീട്ടിൽ പറ്റാനിരിക്കുന്ന എന്നോട് കർത്താവ് ചോദിക്കുക, നിന്റെ ഭാരം എന്താ? ഇതിനകത്തിരിക്കുന്ന പലരും പല അവസ്ഥകളിലൂടെ പോകുന്നുണ്ട്. നീ ഏതെങ്കിലും ഒരാളോട് നിന്റെ വിലപ്പെട്ട സമയം, ഹല്ലേലൂയ, നിന്റെ സന്തോഷമൊക്കെ മാറ്റി വെച്ചിട്ട് ഒരിക്കലെങ്കിലും അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നീ അന്യഭാഷയിൽ ആമേൻ ദൈവത്തെ ആരാധിക്കുന്നു, നീ ഭയങ്കര മെസ്സേജ് പറയുന്നു, നീ ഭയങ്കര പ്രാർത്ഥിക്കുന്നു, എല്ലാം നീ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിലുള്ള ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ആമേൻ എൻ്റെ സഭയെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ചിന്താഭാരമുണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നല്ല രീതിയിൽ പോയപ്പം ചിന്തിച്ചതല്ല, വളരെ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ എന്നോട് കർത്താവ് ഇങ്ങനെ ചൂണ്ടി പറയുകയാണ്, പല പ്രാവശ്യമായിട്ട് തടവിലായി അല്ലേ? അധികം പ്രാവശ്യം, അധികം. അപ്പം 1, 2, 3 എത്രയായിക്കോട്ടെ, നമുക്ക് തന്നെ അറിയാം. നമ്മൾ വായിക്കുമ്പോൾ അറിയാം, പല പ്രാവശ്യം താൻ തടവിലായി, അനവധി അടി കൊണ്ടു തടവിലായി. അപ്പം ഈ കർത്താവിന് വേണ്ടി നിന്നിട്ട് പല പ്രാവശ്യം തടവിലാകുമ്പം ഇതിലേതെങ്കിലും ഒരു പ്രാവശ്യം നമ്മളെ പോലെ പൗലോസ് ഒന്ന് ചിന്തിച്ചു നിരിക്കട്ടെ. എങ്ങനെയാ ചിന്തിക്കുന്നേ? വല്ല കാര്യം ഉണ്ടായിരുന്നു. പല പ്രാവശ്യവും നമ്മൾ ചിന്തിക്കത്തില്ലയോ? നമ്മൾ മുഷിഞ്ഞു പോകത്തില്ലേ? സത്യമാണോ അല്ലയോ? നമ്മൾ മുഷിയുന്ന എങ്ങനെ? നമ്മുടെ ഭൗതിക വിഷയങ്ങളുടെ നടുവില. ഇത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകേണ്ടതാ. കാരണം എന്താ? ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പം ഇത് കുറച്ചും കൂടെ ദൈവ മനുഷ്യൻ എഫക്റ്റ് ആവേണ്ടതാ. രണ്ടാമത്തെ പ്രാവശ്യമായപ്പോൾ തന്നെ തനിക്ക് വേണമെങ്കിൽ ഈ പരിപാടി ചുരുട്ടി മടക്കി വെച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വേണമെങ്കിൽ പോകാം. പക്ഷെ അങ്ങനെ പോയാൽ നമ്മൾ ആദ്യമേ വായിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിന് പ്രസക്തിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഇനി ജീവിക്കുന്നത് എന്നിൽ ക്രിസ്തു അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഭൗതികമായ വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ പിറുപിറുക്കുമ്പോൾ, നിങ്ങളല്ല ഞാൻ പിറുപിറുക്കുമ്പോൾ, കർത്താവിൽ നിന്ന് അകന്ന് നിൽക്കാൻ നോക്കുമ്പോൾ, സഹിക്കാൻ കഴിയാത്ത വിഷയങ്ങളുടെ നടുവിലൂടെ കടന്നുപോയിട്ടും പിറുപിറുപ്പ് കൂടാതെ ആമേൻ മറ്റു സഭകളെ ചേർത്ത് പിടിക്കണമെന്നുള്ള വാഞ്ചയിലും ആ ദൈവമനുഷ്യൻ്റെ ഒരു ഉറപ്പാണ്. താൻ റോമാലേഖനം എഴുതുമ്പോൾ വിളിച്ചു പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപിരിക്കും, നിന്ന് നമ്മെ ആർ വേർപിരിക്കും, വേർപിരിക്കുന്നത് ആർ? ആമേൻ. കഷ്ടതയ്ക്ക് പറ്റുമോ? സങ്കടത്തിന് പറ്റുമോ? ഉപദ്രവത്തിന് പറ്റുമോ? പട്ടിണിക്ക് പറ്റുമോ? നഗ്നതയ്ക്ക് പറ്റുമോ? ആപത്തോ വാളിനോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ സാധിക്കുമോ എന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുമ്പോൾ ആ ദൈവ മനുഷ്യനും ആ ദൈവവുമായിട്ടുള്ള ബന്ധം എത്ര ആഴമാണ്. ഈ പറയുന്ന കഷ്ടതയുടെ വാക്ക് കേൾക്കുമ്പോഴേ നമ്മൾ തലകുത്തി താഴെ വീഴും. അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് പോലും നമുക്കറിയാൻ പറ്റാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ദൈവ മനുഷ്യൻ, ക്രിസ്തുവിൽ വിശ്വസിച്ച യഥാർത്ഥ ദൈവഭക്തൻ പറയുകയാണ്, ഇതിലൊന്നിൽ നിന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നേന്നല്ല നമ്മേന്നാണ്. ഹല്ലേലൂയ. ആരോടാണോ താൻ പ്രതിനിധീകരിച്ച് നിൽക്കുന്നത് ആ സഭയോട് പറയാം, നമ്മെ
വേർതിരിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ ഇത് പറഞ്ഞ് അതിൻ്റെ അവസാനം 8:39 പറയുന്നു. അവസാനത്തെ 39 അവസാനത്തെ ഭാഗത്ത് പറയുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്തെല്ലാം പരിപാടികൾ പൗലോസിനെതിരെ ചെയ്യാൻ നോക്കിയിട്ടും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അല്പം പോലും പുറകോട്ട് പോകാതെ യേശുവിന് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിക്കപ്പെട്ടെങ്കിൽ ഈ വിളി എത്ര പേർ മനസ്സിലാക്കുന്നു? നമ്മുടെ വിളി എത്ര പേർ മനസ്സിലാക്കുന്നു? നമ്മൾ ഇന്ന് അതിലൂടെയൊക്കെയാണ് ആത്മീകമായ അല്ലെങ്കിലും ഭൗതികമായ സംഭവങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ സംഗതികളുടെ നടുവിൽ നമ്മൾ പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വിളി തിരിച്ചറിയാൻ, ആമേൻ, എനിക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് തന്നെ കർത്താവിൽ ബലപ്പെടാൻ സാധിക്കുന്നുണ്ടോ? ആമേൻ. പലപ്പോഴും പരാതികളല്ലേ, ഏറ്റവും അധികം പരാതികളല്ലേ ഈ ക്രിസ്തീയ ലൈഫിൽ നമുക്കുള്ളത്, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന ഈ ദൈവ മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ പ്രാണനോട് എതിർത്തുള്ള വെല്ലുവിളികളാണ് ശരിക്കും ഉണ്ടായത്. എന്താണ്? അപ്പൊ പ്രാണനോട് എതിർത്ത വെല്ലുവിളികൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആമേൻ, നമ്മൾ വെറുതെ പറയുന്നതല്ല. പൗലോസിൻ്റെ ജീവിതാനുഭവം ഞാൻ പറയുന്നത് അത് കേട്ടിട്ട് പറയുക. എൻ്റെ ലൈഫിൽ എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എൻ്റെ ലൈഫ് അങ്ങനെ ആയിത്തീരണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് എങ്ങനെയാണെന്ന് നമ്മളും കർത്താവും തമ്മിൽ വിലയിരുത്തിയാൽ മതി. ആമേൻ. നമ്മൾ എത്ര പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും ലൈഫ് ഉണ്ടോ ഇല്ലയോ എന്ന് തമ്പുരാന് കറക്റ്റ് അറിയാം. ആമേൻ. പക്ഷെ പൗലോസ് പറഞ്ഞത് കറക്റ്റാ. തൻ്റെ പ്രാണനേക്കാൾ അധികമായി താൻ ക്രിസ്തുവിനെ സ്നേഹിച്ചു. എത്ര പേർക്കൊരു സ്തോത്രം പറയാൻ പറ്റും? തൻ്റെ ജീവനേക്കാൾ അധികമായി താൻ ആരെ സ്നേഹിച്ചു? ക്രിസ്തുവിനെ സ്നേഹിച്ചു. ലുസ്ത്രയിൽ അസാധാരണ ശുശ്രൂഷ ചെയ്തൊരു മനുഷ്യൻ. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. നമ്മൾ പൗലോസിനെ കുറിച്ച് പല അസാധാരണ സംഗതികളിൽ കൂടി കടന്നുപോയെന്ന് പറഞ്ഞില്ലേ? ആ വിഷയങ്ങൾ പറഞ്ഞു വരുന്ന ഒരു ഭാഗമാണ് ലുസ്ത്രയിലുണ്ടായ ഒരു കല്ലേറ്. ഹല്ലേലൂയ. താൻ അസാധാരണമായ ഒരു ശുശ്രൂഷ ചെയ്തു. ഒരിക്കലും നടക്കാത്തൊരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇത് ചെയ്ത് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ആമേൻ താൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആമേൻ 14 അപ്പോസ്തലപ്രവൃത്തി 14:19 പറയുന്നു, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞ് അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. നിങ്ങൾ കണ്ടോ? കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി തന്നെ മറന്ന് തൻ്റെ ജീവനേക്കാൾ ക്രിസ്തുവിൻ്റെ ജീവനെ വെളിപ്പെടുത്തണമെന്ന് വാഞ്ചിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനെ ആമേൻ ചിലർ അന്ത്യോക്യയിൽ നിന്ന് ഇക്കോനിയിൽ നിന്നും വന്ന് ഈ ലുസ്ത്രയിലുള്ള ചില സഹോദരന്മാരെയും കൂടെ കൂട്ടിയിട്ട് പൗലോസിനെ കല്ലെറിഞ്ഞു. ശരിക്കും പറഞ്ഞ യഹൂദന്മാരാ. നേരത്തെ അവർക്കൊരു കല്ലേറ് ഓർമ്മയുണ്ട്. അതെന്താണെന്നറിയാമോ? സ്തെഫാനോസിനെ എറിഞ്ഞ ഒരു ഓർമ്മ കടപ്പുണ്ട്. ആമേൻ. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് നമുക്കറിയാം സ്തെഫാനോസ് കർത്താവിങ്കിലേക്ക് ചേർന്നു. ഹല്ലേലൂയ. അതിന് കൂട്ടുനിന്ന് ആരാ? ഈ പൗലോസ്. അന്ന് അദ്ദേഹത്തെ പറഞ്ഞത് ശൗലെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ കൂട്ടുനിന്ന ഈ ശൗല്, ഹല്ലേലൂയ, അന്ന് കൂട്ടുനിന്നപ്പോൾ അതിന് ആ കല്ലേറിൽ പങ്കാളിയായിരുന്നു. അതുപോലെ അങ്ങ് തീർക്കാമെന്നാണ് ശരിക്കും വന്നവർ വിചാരിച്ചത്. ബോധമില്ലാത്തവരല്ല വന്നത്, ബോധമുള്ളവരാ വന്നേ. ആ ബോധമുള്ളവർ വന്ന് ശരിക്കും കല്ലെറിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ സ്തെഫാനോസിനെ കൊല്ലാൻ ഇടയായതുപോലെ ഈ പൗലോസിനെ തീർക്കാൻ തന്നെ ആലയിൽ അവർ എറിഞ്ഞത്.
ഹല്ലേലൂയ. അവരെറിഞ്ഞത് എങ്ങനെ? അവനെ തീർത്ത് കളയാൻ. ശരിക്കും പറഞ്ഞാൽ അവർ വിചാരിച്ചത് എന്താ? പൗലോസ് തീർന്നെന്നാണ് വിചാരിച്ചത്. അവർ വിചാരിച്ചെങ്ങനെയാ? അങ്ങനെ ഈ ചത്ത ജന്തുക്കളെ വലിച്ചഴിച്ചു കൊണ്ടുപോകും, ഒരിക്കലും മനുഷ്യരെ വലിച്ചഴിക്കത്തില്ല. ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ നാടുകളിൽ ഒരാൾ മരണപ്പെട്ട വലിച്ചഴിച്ചുകൊണ്ട് പോവോ? പക്ഷെ ചത്ത ജന്തുക്കളെ ആണെങ്കിലോ വലിച്ചെടുത്തോണ്ട് പോകും. ആരും പൊക്കിയെടുത്തോണ്ട് ഓശാന വാടിയൊന്നും ആരും പോകാറില്ല. പക്ഷെ പൗലോസിനെ പറയുക, ഇഴച്ചുകൊണ്ട് പട്ടണത്തിന് പുറത്തേക്കാക്കി. മനസ്സിലാവുന്ന നിങ്ങൾ? സത്യസുവിശേഷത്തിന് വേണ്ടി നിന്ന മനുഷ്യന്റെ പ്രാണനെതിരെ, ജീവനെതിരെ ഒരു കൂട്ടം തകർക്കാൻ വേണ്ടി പദ്ധതികളും പ്ലാനുകളും ഒക്കെ മെനഞ്ഞപ്പം ഞാൻ ദൈവമക്കളോട് പറയുന്നു, ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാകാതെ നിന്റെ പ്രാണനെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കാതെ, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്നിലൂടെ പൂർത്തിയാകാതെ നിന്റെ പ്രാണനെ തൊടാൻ കഴിയത്തില്ല. സത്യസന്ധമായി ദൈവജനമേ, ദൈവത്തോടുകൂടെ നിൽക്കുന്ന ഓരോറ്റ ദൈവജനത്തെയും നിന്റെ വാഗ്ദത്തം തികയാതെ ആരുടെ കല്ലേറുകൊണ്ട് നീ അവസാനിക്കത്തില്ല. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിനക്ക് വേണ്ടി ആരും വന്നില്ലെങ്കിൽ യേശു അതിനകത്ത് ഇറങ്ങിയിരിക്കും. വിശ്വസിക്കുന്നവർക്ക് കരങ്ങൾ അടിച്ചെന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഉടലഘടകജല പ്രാണനോടുള്ള വെല്ലുവിളികളെ എന്റെ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ ജീവന്റെ വചനമയച്ച് ഹല്ലേലൂയ. തന്റെ പ്രാണൻ വിഷയമല്ല, നഷ്ടപ്പെടാൻ താൻ റെഡിയാണ്. പക്ഷെ ദൈവത്തിന് വിഷയ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നത് എനിക്കറിയില്ല. തന്നെ സംബന്ധിച്ച് തന്റെ പ്രാണൻ വെടിച്ചെന്ന് പറഞ്ഞാലും ക്രിസ്തുവിനു വേണ്ടി മരിക്കാൻ റെഡിയാണ്. ഹല്ലേലൂയ. അങ്ങനെ തന്നെ വചനം പറയുന്നത്, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. ആമേൻ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുയേശുവിനോട് ചേരുവാൻ ഞാൻ കാംക്ഷിക്കുന്നു. അത് അത്യുത്തമമല്ലോന്നാ. അപ്പം മരിക്കാൻ തയ്യാറാ. പക്ഷേ അതാ ഞാൻ പറഞ്ഞേ, ആ മനുഷ്യൻ, ആ ദൈവ മനുഷ്യൻ അത്രത്തോളം കർത്താവുമായിട്ടുള്ള ബന്ധം അങ്ങനെയാ. പക്ഷേ അങ്ങനെയാണ് തന്റെ ആഗ്രഹമെങ്കിലും ആഗ്രഹം ദൈവം അറിയാതെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്നുള്ളൊരു തെളിവാണ് ഇത്. അതിനു മുമ്പേ അതിനു മുമ്പേ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകൊണ്ട് അവനെ തകർക്കാൻ നോക്കിയ മേഖലകളുടെ നടുവേ അവനെ കൈവിടാതെ അവനെ ജീവന തുല്യം സ്നേഹിക്കുന്ന, അവൻ ജീവന തുല്യം സ്നേഹിക്കുന്ന, അവനെ ജീവന തുല്യം സ്നേഹിക്കുന്ന യേശുവിന്റെ ഇടപാടുകൾ ഉണ്ടായി. നിങ്ങൾ നോക്കണം, ആ സംഗതിയുടെ നടുവിൽ, ആ കല്ലേറ് നടക്കുന്നതിന്റെ നടുവിൽ വചനം പറയുകയാണ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയില് ആമേൻ സ്തോത്രം 20-19 എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റും നിൽക്കുകയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർബാസിനോടുകൂടെ ദർബയ്ക്ക് പോയി. വായിക്കണം, 22 വരെ വായിക്കാം. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണത്തിലേക്ക് മടങ്ങി ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ തിരിച്ചു ചെയ്യേണ്ടതാ. ശരിയല്ലയോ? നമ്മൾ പലരും പറയാറുണ്ട്, നിങ്ങളൊന്ന് വിളിച്ചില്ല. ഏതാ കാരണം? ഞങ്ങള് വലിയ പ്രതിസന്ധികളിലൂടെ പോയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തില്ല? നിങ്ങൾ വിളിച്ചില്ല. അധികം പ്രതിസന്ധിയിലൂടെ പോയവൻ ശിഷ്യന്മാരോട് പറയുക, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അനേക അതാണ് പോയിന്റ്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിലൂടെ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിച്ച് ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിച്ചു. ശരിക്കും തിരിച്ചു പറയേണ്ടല്ലയോ? അല്ലേ? തിരിച്ച് ചെയ്യേണ്ട കാര്യമാ. പക്ഷേ വിളിയുള്ളവൻ അറിയാം. ആമേൻ. ദൈവിക വിളിയുള്ളവൻ അറിയാം.
ആമേൻ എൻ്റെ നിമിത്തം പലരും മനസ്സ് തകർന്ന് ആമേൻ ഭാരപ്പെട്ടിരിക്കുമ്പോ ആമേൻ അവരല്ല എന്നെ ഉറപ്പിക്കേണ്ടത്, ഞാൻ അവരെയാണെന്ന് വിളിയുള്ളവൻ അറിയാം. ആമേൻ വിളിയുള്ള പലരും ഇവിടെ ഉണ്ട് ദൈവമക്കളെ. അത് പൗലോസ് മാത്രമല്ല. നിങ്ങൾ പറയും, ഞാൻ പറയും, ആരും വിളിച്ചില്ലെന്ന് പറയുമ്പോ ദൈവവചനം പറയുന്നു വിളിച്ചില്ലെന്ന് പറയാനല്ല, നീയാണ് ഉറപ്പിക്കേണ്ടത്, ഞാനാണ് അനേകരെ ഉറപ്പിക്കേണ്ടത്. ആ വിളി തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം. ആ വിളിയാണ്, അത് ചെറിയ വിളിയല്ല, അസാധാരണ വിളിയാണത്. ആമേൻ. മരണാവസ്ഥയുടെ നടുവിൽ പോലും ഇതിനകത്ത് വന്നൊരു പ്രത്യേകത എന്തെന്നറിയോ? ഈ ദൈവ മനുഷ്യൻ എവിടുന്നൊക്കെ ഈ മനുഷ്യന് വിഷയം ഉണ്ടായോ ആ സ്ഥലങ്ങളിൽ ചെന്ന് തന്നെ അതിന്റെ 21-ാം വാക്യത്തിൽ പറയുകയാണ്, ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണത്തിലേക്ക് മടങ്ങി ചെന്നു. എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ നമ്മുടെ എനിക്ക് അറിയാവുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം നാട്ടിൽ ശുശ്രൂഷ ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോൾ ആ നാട്ടിൽ ഒരു പ്രദേശത്ത് ഈ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞുള്ള അറിവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെയുള്ള RSSകാർ അവരെ ഓടിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ എന്നോട് പറയുക, ഞാനിത് വായിച്ചവൻ പെട്ടെന്ന് അദ്ദേഹത്തെ ഓർമ്മ വന്നുകൊണ്ട് പറയുക. അന്നേരം ഈ മനുഷ്യനോട്, പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആ പ്രദേശത്തോട്ട് പോയിട്ടില്ലെന്ന്. അല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? പക്ഷെ ഇവിടെ പറയുകയാണ്, വീണ്ടും എവിടുന്നൊക്കെ ഉപദ്രവം ഉണ്ടായോ അവിടെ തന്നെ പോയെന്ന്. ഒന്നാമത്തെ കാര്യം, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ശരിക്കും കർത്താവിൽ ഏൽപ്പിക്കപ്പെട്ട ജീവിതം. ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ. ശരിക്കും അപ്പോസ്തലനായ പൗലോസ് കർത്താവിൽ ഏൽപ്പിക്കപ്പെട്ട ജീവിതം. കർത്താവ് റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ്, കർത്താവ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, കർത്താവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, കർത്താവ് ബാക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക്, കർത്താവ് നോ എന്ന് പറഞ്ഞാൽ നോ. എന്ന് വെച്ചാൽ ദൈവത്തെ കൂടാതെ ഒരു പരിപാടിക്കും പൗലോസ് നിൽക്കാത്തത് കൊണ്ട് ആമീൻ തകർത്ത് കളയുമെന്ന് പറയുന്ന അവസരങ്ങളിൽ നിങ്ങൾ നോക്കണം. ആമീൻ ഹാലിൽ വലിച്ചഴച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോകുമ്പോ ആമീൻ ആ മനുഷ്യൻ മരണാവസ്ഥയിൽ കിടക്കുക. പക്ഷെ ശിഷ്യന്മാർ കൂടി നിന്നപ്പോ അവരുടെ നടുവിൽ എഴുന്നേറ്റെങ്കിൽ ആശ്ചര്യപ്പെടുത്തുമാർ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ആശ്ചര്യപ്പെടുത്തുമാർ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. അത് നിന്റെ പ്രാണനത്തിന് വരുന്ന വിഷയമാണെങ്കിലും നിന്റെ ഭൗതിക വിഷയങ്ങളാണെങ്കിലും യേശു താൻ ഇറങ്ങുക തന്നെ ചെയ്യും. അതവനെ വിടുവിച്ച് അവനെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഈ ദൈവ മനുഷ്യന്റെ ആശയിൽ വെച്ചൊരു വിഷയമുണ്ടായി. ഹല്ലേലൂയ. എവിടെയാ? ആശയിൽ വെച്ച്. താൻ അത് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയാ, നിങ്ങൾ ഇതറിയാതിരിക്കരുത്, നിങ്ങൾ ഇതറിയാതിരിക്കരുത്. ആമേൻ ഹല്ലേലൂയ. അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? അവിടെ ആമേൻ 2 കൊരിന്ത്യർ 1:8 മുതൽ 10 വരെയുള്ള വാക്യം ഞാൻ വേഗത്തിൽ പറയാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭയപ്പെട്ടു. അടുത്ത വചനത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. 2 വിഷയങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചോണം. ഹല്ലേലൂയ. എന്തുവാ പറഞ്ഞേ? ആമേൻ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തിയോടെ ഒരു കലർപ്പും ആമേൻ സ്തോത്രം ഒരു നികളവും ആമേൻ കൂടാതെ ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന ദൈവ മനുഷ്യന്റെ ജീവിതത്തിൽ ആമേൻ ഞങ്ങൾ ശക്തിക്ക് മീതെ ആമേൻ ഹല്ലേലൂയ ജീവനോടെ ഇരിക്കുമോ എന്ന് വിചാരിക്കുമാർ ശക്തിക്ക് മീതെ അത്യന്തം ഭയപ്പെട്ടെന്ന്.
ആമേ ഭാരപ്പെട്ടെന്ന്. അതിന്റെ അടുത്ത വചനം പറയുന്നു, ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. എന്നിട്ടും നിങ്ങൾക്കൊരു കാര്യം അറിയണം, ആമേ ഈ പ്രതിസന്ധിയിൽ ആസിയയിൽ സംഭവിക്കുമ്പോഴും ആ ദൈവ മനുഷ്യൻ പറയുക, എന്നിട്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ഞാൻ ആശ്രയിച്ചു. ഒന്നും പറയാനില്ല ദൈവമക്കളെ, നിന്റെ ആശ്രയം ക്രിസ്തുവിലാണെങ്കിൽ, നിന്റെ ആശ്രയം ക്രിസ്തുവിലാണെങ്കിൽ ഏതു തരം വരുന്ന വിഷയങ്ങളാകട്ടെ, നീ ക്രിസ്തുവിന്റെ അടുക്കൽ വിശ്വസ്തനാണോ? ആമേ, നിങ്ങൾക്ക് ബോധ്യമുണ്ടോ ഞാൻ ദൈവത്താൽ നയിക്കപ്പെടുന്നേന്ന്? നമ്മൾ ഇങ്ങനെ കൂടി വരുന്നു, ഉപവാസ പ്രാർത്ഥനയാൽ കൂടി വരുന്നു, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. അല്പമെങ്കിലും എനിക്ക് ഉറപ്പുണ്ടോ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നവനും ജീവിക്കുന്നവളുമാണ് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വചനത്തിലൂടെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിന്റെ ജീവനെതിരെ, നിന്റെ പ്രാണനെതിരെ ഏത് വെല്ലുവിളികളാണെങ്കിലും പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ചെറിയ നിലവാരത്തിലല്ല, അസാധാരണമായി പരിഹരിക്കും. ആമേ. ശിഷ്യന്മാർ കൂടി നിന്നപ്പോ ഒറ്റൊരാൾ പോലും തൊട്ടില്ല. ചെറിയ സംഭവമാണോ? ആമേൻ. ദൈവം സൂപ്പർ നാച്ചുറലിന്റെ ദൈവമാ. ആമേൻ. സത്യസന്ധമായി നിൽക്കുന്ന ദൈവജനത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, കൂടപ്പിറപ്പുകൾ കൈവിട്ടാലും നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ടെന്ന് തെളിയിക്കേണ്ട കടമ ദൈവത്തിനുണ്ട്. എല്ലാ സന്തോഷവും നിനക്ക് ഒരുപോലെ വരുമ്പോ മാത്രം കൂടെ നിൽക്കുന്ന കർത്താവല്ലോ. എനിക്ക് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ട്. ആ ദൈവ നിയോഗത്തിലേക്ക് അത് കടന്നു വരട്ടെ. ഇന്ന് എന്നെ തന്നെ നീ നോക്ക്, എന്നെ തന്നെ നീ നോക്ക്. ജീവിക്കുന്നത് ക്രിസ്തുവിലാണോ? നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവിന്റെ സ്വഭാവത്തിലൂടെ നടത്തപ്പെടാൻ പറ്റുന്നുണ്ടോ? അറിഞ്ഞ സത്യം നിന്നെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടോ? അറിഞ്ഞ സത്യത്തിന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നു, ആര് കൂടില്ലെങ്കിലും നിന്നെ വിളിച്ച, ദൗത്യങ്ങൾ ഏൽപ്പിച്ച ആ ദൈവം നിന്റെ കൂടെ നിൽക്കും. ആ ദൈവം നിന്റെ കൂടെ നിൽക്കും. ആ ദൈവം നിന്റെ കൂടെ നിൽക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാൻ പറ്റുമോ? അന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാൻ പറ്റുമോ? ഇത് ജീവിക്കുന്ന വചനമാണെങ്കിൽ, ഇത് സത്യവചനമാണെങ്കിൽ ഇതിന്റെ നടുവിലേക്ക് ശക്തിയായിരിക്കും. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് സന്തോഷം തോന്നിയിട്ടില്ല. എന്നാൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, നീ ദൈവത്തിന്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് സത്യസന്ധതയുണ്ടെങ്കിൽ, നിന്റെ ജീവനത്തിന് വരുന്ന വിഷയങ്ങൾ ജീവിക്കുമോ എന്ന് പോലും ഭാരപ്പെട്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. വയസ്സ് വിഷയമല്ല, പ്രായം വിഷയമല്ല. വിശ്വസിക്കാൻ പറ്റുമോ? കുറവില്ലാത്ത കുറവുകളെ ക്രിസ്തുയേശുവിൽ പരിഹരിക്കുന്ന ഒരു ദിവസമായി മാറിയിട്ട് ജീവനത്തിന് വരുന്ന വിഷയത്തിന്റെ നടുവിൽ സ്വർഗ്ഗകരം ചലിക്കേണ്ടത് പ്രാർത്ഥിക്കേ. ചലിക്കട്ടെ, ചലിക്കട്ടെ എല്ലാ വിഷയങ്ങളും ദൈവകരം ചലിക്കട്ടെ. ഉപവാസ പ്രാർത്ഥന ജൽപ്പനത്തിന്റെ ഉപവാസ പ്രാർത്ഥനയല്ല, നിന്റെ ഹൃദയത്തെ തൊടുന്ന. ആമേൻ. ജീവനോടെ ഇരിക്കുമെന്ന് നിർണയിക്കുകയും ഭാരപ്പെടേണ്ട അവസ്ഥയിലും ആ ദൈവ മനുഷ്യൻ വിളിച്ചു പറയാം, ആമേൻ, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന്. 2 കൊരിന്ത്യർ 1:10 ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വാസ ജീവിതം നയിക്കുന്നവനെ ഇത് പറയാൻ പറ്റുമോ? ക്രിസ്തുവിൽ നയിക്കപ്പെടുന്നവനെ എൻ്റെ ആശ്രയം ക്രിസ്തുവിലാണെന്ന് പറയാൻ പറ്റുമോ? ആമേ, അവന് മാത്രമേ പറയാൻ പറ്റൂ. ആമേ, ഭയം വന്നു,
പ്രതിസന്ധി വന്നു, പ്രതികൂലം വന്നു, പക്ഷെ അവൻ പറയും മരിച്ചവനെ ഉയർപ്പിക്കുന്ന. എഴുന്നേറ്റ് നിൽക്ക്. ജനഘടക എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഉടന മർത്തുനി ജനതൽ കലഘടകസിയ ആമി. എന്നിട്ട് നീ പറ, ആമി മരിച്ചവരെ ഉയർപ്പിക്കുന്ന. ആ പ്രതിസന്ധികൾ എന്തുമാകട്ടെ, പ്രതികൂലങ്ങൾ എന്തുമാകട്ടെ, നീ പറ എന്റെ ആശ്രയം യേശു മാത്രമാണ്. ഞാൻ ആശ്രയിക്കുന്ന യേശു മാത്രമാണ്. ആമി ആശ വെച്ചൊന്ന് വാ തുറന്ന് പറയാൻ പറ്റുമെങ്കിൽ ഈ ഉപവാസത്തിന്റെ 7-ാം ദിനത്തിൽ നീ പറ. പൗലോസിന്റെ കാര്യം പറഞ്ഞ് പൗലോസിന് മാത്രം ഇറങ്ങി വരുന്ന ദൈവത്തെ കുറിച്ച് മാത്രമല്ല, അത് നിന്നിലേക്ക് അത് വരട്ടെ. അതിന്റെ ഇമ്പാർട്ടേഷൻ അതെ നിന്നിലേക്ക് സംഭവിക്കട്ടെ. വിശ്വസിക്കുന്ന ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. എന്റെ യേശു എന്റെ മേൽ ഇറങ്ങട്ടെ. എന്റെ പ്രതിസന്ധികളിൽ യേശു ഇറങ്ങട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു.